ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവരെണീറ്റില്ല, അവരുറങ്ങുക, എണീറ്റില്ല. ഓക്കെ, അവരെണീറ്റ് വരട്ടെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പിളപ്പം ഞങ്ങൾ ആവി കയറ്റി കഴിക്കാൻ പോകുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ മക്കൾക്കുള്ള പാല് റെഡിയാക്കി, പിന്നെ ഇലയട ചൂടാക്കിയിട്ടുണ്ട്, കുമ്പിളപ്പം, പിന്നെ ചേച്ചി ഇതാ ഇവിടെ ചായ എടുക്കുന്നു എല്ലാവർക്കും. അങ്ങനെ ഇതാ മക്കളൊക്കെ കൈ കഴുകി വന്നിട്ടുണ്ട്, കഴിക്കാനായിട്ട് ഇതായിരിക്കുന്നു. മക്കളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കുമ്പിളപ്പം കഴിക്കാൻ പോകുന്നത്. അതിൻ്റേതായ എക്സ്പ്രഷനൊക്കെയാണ് മുഖത്ത് കാണുന്നത്. ഇഷ്ടപ്പെട്ടിട്ടില്ല, കഴിക്കാതെ എണീറ്റ് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇതാ മക്കൾ ഇരുന്ന് കഴിക്കുന്നു. നാട്ടിൽ നിന്ന് വന്ന പെട്ടിയൊക്കെ കഴുകി പാക്കി സെറ്റാക്കാൻ പോകുന്നുണ്ട്. ക്ലീനിങ്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഷമീറിൻ്റെ വീട്ടിലേക്ക് പെരുന്നാളിൻ്റെ സെലിബ്രേഷന് വേണ്ടി പോവാണ് കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെയാണ്. എന്താ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണേ. അതാ ഞങ്ങൾ അങ്ങനെ ഷമീറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വരുന്നു. ഈദ് മുബാറക്. ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്നു. മക്കൾ ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഷമീറിന്റെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ബിരിയാണി, ഞങ്ങൾക്ക് പിസ്ത തന്നു, കപ്പ് കേക്കും തന്നു. പിള്ളേർ കപ്പ് കേക്ക് കഴിച്ചുകൊണ്ട് പോകുന്നു. വലിയ പിള്ളേർ ഇവിടെ ഇരുന്ന് പൊട്ടിച്ച് തിന്നുന്നു. ചോറ് സെറ്റ് കുറച്ച് കമ്മിയാക്കിട്ട് ബാക്കി പിന്നെ വേണമെന്ന് എടുക്കാല്ലോ കഴിച്ചു കഴിഞ്ഞാൽ. ഒത്തിരി കൊണ്ടിട്ട് വരൂലേ? ചെറിയൊരു സ്പേസ് കമ്മിയാക്കി ഒരു സ്പൂൺ തരാമോ? അല്ലാണ്ട് ഇട്ടൂടാ. പപ്പടമുണ്ടോ? കിഡ്നി വേണം, കിഡ്നി മനസ്സിലായോ? ഇതാ മതിയാവോ? വേണം 2 കഷ്ണം ഇടണോ, 1 കഷ്ണം ഇടണോ? 2 വെച്ച് വിടാം. ഇതെന്ത് ചിക്കൻ ബിരിയാണിയാണോ? ഫുഡ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ബീഫ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, സാലഡ്, ചിക്കൻ ഫ്രൈ, അച്ചാർ. ഇതാ അവിടെ പായൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഓ എന്നാ വേണ്ടേ? ഇത് തരില്ല. ഹെസ്ലുവിന് അതിനല്ല അവള് എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടിട്ടാ താന്ന് പറഞ്ഞു വന്നേ. ഞാൻ കൊടുക്ക ചേച്ചി. ഇവിടെ
ഒറ്റക്കില്ലേ ഞാൻ കൊടുത്തു കഴിഞ്ഞാലേ ഇങ്ങനെ പോകും. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഇഷ്ടം. ബീഫ് അതൊക്കെ കഴിച്ചില്ല കഴിക്കും. ഇത് ഞാൻ വെച്ചതാ. ഇക്കത്തിന്റെ ചെമ്മീൻ ബിരിയാണി. ചെമ്മീൻ്റെ ഇത്തിരി മസാല കൂടി ബിരിയാണി അതായിട്ടില്ല 2 മിനിറ്റ് നോക്കാം. നമുക്ക് കഴിക്കാം കഴിക്കാം. തൈര് മാത്രം എടുത്ത് കഴിക്കുന്നുണ്ട്. ഓ അവള് കിടക്കുവാണോ? ഇതാരാ ഇത്? ഇത് ഏത് കുഞ്ഞാ? മാടിക്കോ, വണ്ടി വരുന്നുണ്ട്. അവള് സുഖമായിട്ട് ഇരിക്കുന്നു. പുഷ്പട്ടനല്ലേ? കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയി പോവാ. മെറിന പോയി, മെറിന എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. മലയോട്ട് പറഞ്ഞാൽ മതി. ലാലേട്ടനും കൂടി പറ. ഇപ്പുറത്ത് പോവാ ലാലേട്ടാ. അടുത്ത ബിരിയാണി വെക്കുമ്പോൾ, വലിയ പെരുന്നാളിന് ബിരിയാണി വെക്കുമ്പോൾ സ്പൈസി പ്രോൺസിനകത്ത് മസാല കുറച്ചുകൂടെ കുറുകണം. അതുപോലെ ചോറ് അത്ര മിതുവാൻ പാടില്ല. ഇത് രണ്ട് നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ബിരിയാണി ആയിരിക്കും. ഇന്നത്തെ പ്രത്യേക ബിരിയാണി വെച്ച അപ്പുവിന് കമ്മിറ്റിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. മുട്ട അടിപൊളിയായിരുന്നു. മുട്ട പൊളിച്ചത്. മുട്ട പൊളിച്ചിട്ട് അതിന് ഉടുപ്പില്ലായിരുന്നു. അത് ശരിയായില്ല. മുട്ട പൊളിച്ചത് ശരിയായില്ല. മുട്ട നല്ലതായിരുന്നു. അയ്യോ CNN TV അല്ലല്ലോ, NDTV.
അല്ല അത് വീഡിയോ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കണേ റെക്കോർഡ് ആവണ്ടോന്ന്. സത്യം വരെ അറിയും. എന്തെന്നാ പണ്ടറ. വാ അപ്പൊ ശരി. അപ്പൊ ഈദ് മുബാറക്. നിക്ക് ഇറങ്ങ. മെറിന എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് എനിക്ക് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. മെറിന എന്നോട് പറഞ്ഞത് ഇത് അങ്ങോട്ട് പോയപ്പോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതെന്നെ കണ്ടിട്ടില്ല. അല്ല വലുതിന്റെ കാര്യം പറയണേ. ലക്ഷ്മി അമ്മ എന്തിയേ? ഇല്ല എല്ലാരും ഇറങ്ങാതെ ഞാനിത് ഓഫ് ചെയ്യത്തില്ല. വീട്ടുകാർ പോലെ ഇറങ്ങിപ്പോയി. അതാ പറഞ്ഞേ, ലക്ഷ്മിനെ കൂടി ഇറക്കാതെ ഇത് വിടത്തില്ല. അത് ഇല്ല ഇപ്പൊ നനച്ചതാ ആശാൻ. തക്കാളി ഉണ്ടേ, തക്കാളി കാണിക്കാവേ. പച്ചമുളകും ഉണ്ട്, തക്കാളിയും ഉണ്ട്. തക്കാളിക്കുട്ടൻ. ആ ഇത് വലിയ മുളകാണല്ലോ. ഇത് എടുക്കാത്ത എന്താ? എന്തുവാടേ ഇത്? എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്നു. റെഡ് അല്ല, ഓറഞ്ച് അല്ലേ? പകുതി കണ്ട അപ്പുറത്ത് വേണം. അങ്ങനെ കണ്ടല്ലേ? അല്ല ചേച്ചി, അങ്ങനെ കണ്ടല്ലേ ചേച്ചി? പകുതി കണ്ട പിന്നെ സ്റ്റമ്പേ പാടില്ലെന്ന് അങ്ങനെ കണ്ടല്ലേ? ഔട്ട് ഔട്ട് ആക്കിയനെ പിടിക്കാത്ത എന്തേ? കയ്യിൽ നിന്ന് തെന്നിപ്പോയി. ഇല്ല അത് ഞാൻ അവിടെ സ്റ്റേഡിയം പേരിന് വിടായിരുന്നു നമുക്ക്. ഇത് എന്നതാ മനോജങ്ങളെ കളി പിടിപ്പിക്കാൻ നോക്കട്ടെ. ലാസ്റ്റ് പോടാ. എറിയച്ചാ. ഓ ഉച്ചയ്ക്ക് ഇതാ ഷമീറിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി ചേർന്നതാ ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ. ഇപ്പം ടീമൊന്നും ആയിട്ടില്ല, ഇനി അടുത്ത കളിയിൽ മുതൽ ടീമാക്കി കളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഉള്ള സ്ഥലത്ത് നമ്മുടേതായ കുറച്ച് നിയമങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ ഈ കളി കളിക്കുക. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നു എന്ന്. ഇതാ ഇപ്പോൾ ഞങ്ങൾ 2 ടീമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇവിടെ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർക്ക് ഓടാൻ പറ്റത്തില്ല.
അത് നോബോളല്ലേ? നീ സ്റ്റമ്മിൽ തരാം. നീ സ്റ്റമ്മിൽ തരാം. എനിക്ക് കാണാൻ പറ്റില്ല. പതുക്കെ. നീ സ്റ്റമ്മിൽ തരാം. ചമ്പ കാണാതെ കേട്ടോ എന്നെ പിടിക്കലാണ് എനിക്ക് നാണങ്ങൾ സമ്മതിക്കില്ല ഓടി ഞങ്ങൾ ചേച്ചി ഔട്ടായി തന്നെയാണോ അതാ നിങ്ങൾ ഓടിക്കോ, ഓടായിരുന്നില്ലേ? അവിടെ നിൽക്കണ്ട, ഓടിക്കോ, ബാറ്റി കൊണ്ട് ഓടിക്കോ. എവിടേക്കാ? അപ്പുറത്തേക്കാണ്. ആദ്യത്തെ കളിയിൽ ഇവർ വിൻ ചെയ്തതിൻ്റെ ആഘോഷ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. സെക്കൻഡ് കളിയിൽ ഞങ്ങളാണ് കേട്ടോ വിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ആഘോഷ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ട്രിപ്പ് കളിയിലും ഈ ടീമാണ് കേട്ടോ വിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആഘോഷ പ്രകടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നാലാമത്തെ സെറ്റ് കളിയാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 3 എണ്ണം കഴിഞ്ഞു, ഇത് 4ാമത്തേതാണ്. അപ്പോൾ അത് മോളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് കാക്കാങ്ങൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മറ്റേ ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് അത്രയും ഭാഗം നമുക്ക് വ്യൂ ഇല്ലാണ്ടായിപ്പോയി. ഇത് മുകളിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണേ. അങ്ങനെ ഞങ്ങളുടെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് കയറി ക്ഷീണിച്ച് അവസരമായിട്ടിരിക്കുന്നു. ഇനി മനോജേട്ടനും ഫാമിലിയും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ ബാക്കിയുള്ളവർ സിനിമയ്ക്ക് പോകുന്നു. അതിന് മുൻപായി മനോജേട്ടൻ എന്തോ അനൗൺസ്മെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വിഷുവിന്റെ തലേ ദിവസം വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ 15ാമത്തെ മനോജേട്ടന്റെയും ഷൈനി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ ഇച്ചിരി താമസിച്ചു പോയി പല പല കാരണങ്ങൾ കൊണ്ട്. എന്നാലും വിഷുവിന്റെ അത് മിന്നുവിനെ ഏൽപ്പിക്കണം. അപ്പന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അവർ ആഘോഷിക്കും. ആ അത്രേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പഠിച്ചിരിക്കുന്ന ഗിഫ്റ്റ് എടുത്തിട്ട് പോയി വിതരണം ചെയ്താല്
കെട്ടിയാൽ പോലെ കുട്ടികൾ വരും. പഴയ ബിസ്ക്കറ്റ് ഉണക്കിയ സാധനങ്ങളൊക്കെ ഓണം മേടിച്ചത്. അതിന്റെയൊക്കെ ഡേറ്റ് തീർന്നു. ഓണത്തിന് സാധനം ഓണത്തിന് അത് ചെറിയ അതെ അത് ഡേറ്റ് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ ചേച്ചി? എന്തായാലും വെഡിങ് ആനിവേഴ്സറി തലേ ദിവസം സെലിബ്രേഷൻ, പിറ്റേ ദിവസം വിഷുവിന്റെ ആഘോഷം. ചേച്ചി വിഷു എന്നാ നോക്കിക്കേ, ഡേറ്റും കൂടി കൺഫേം ചെയ്തിട്ട് പോകും. അല്ല ശനിയാഴ്ച വൈകിട്ട് വെഡിങ് ആനിവേഴ്സറി, ഞായറാഴ്ച വിഷു എന്നായിരുന്നു. അത് മതി. വിഷുവിന്റെ അന്ന് നടക്കരുത്. അതാ പറഞ്ഞേ. പോസ്റ്റ്പോൺ ചെയ്തു. വിഷുവിന്റെ അന്ന് നടക്കരുത്. അത് 19-ാം തീയതി വൈകിട്ട്. ചേച്ചി 19 ഈസ്റ്ററോ ഞങ്ങൾക്ക് ദുഃഖവെള്ളി ദുഃഖശനിയൊക്കെയാ, അത് പറ്റത്തില്ല. അതിന് മുന്നേ വെക്കണം. അതിന് മുന്നത്തെ വിഷുവിന് മുന്നേ ഉള്ള ദിവസം വെച്ചാലോ? 12-13 വെച്ചാലോ? അത് മതി. 12 വെച്ചാൽ മതി. വിഷു കഴിഞ്ഞ എല്ലാവരും അതെ, വീഡിയോ ഇടുമ്പോൾ ഞാൻ 14-ാം തീയതി കഴിഞ്ഞിട്ടോളാം, വിഷു കഴിഞ്ഞിട്ടോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. വിഷുവിന്റെ അന്ന് അതിന് ചേച്ചി ഞങ്ങൾ സിനിമയ്ക്ക് പോവാൻ റെഡിയായി ഇറങ്ങുന്നു. എമ്പുരാൻ കാണാൻ പോവുകയാണ്. അപ്പൊ അതാ ഞങ്ങൾ സിനിമയ്ക്ക് ഇറങ്ങുന്നു. അപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം. വിഷുവുമായിട്ട് അനുബന്ധിച്ച് ഉള്ള പരിപാടിയിൽ നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ചേട്ടായി അവിടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നു. അതെ. അപ്പോൾ എന്താ ഞങ്ങൾ സിറ്റി സെന്ററിൽ എത്തിയിട്ടുണ്ട് ഫിലിമിന് പോകാനായിട്ട്. എന്താ ഞങ്ങൾ 7 സിനിമയ്ക്കായി കയറുന്നു. 7-ൽ നിന്നല്ലേ പറഞ്ഞേ? സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സിനിമ കണ്ടിറങ്ങിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഥയെക്കുറിച്ച്. കുറച്ച് പേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറച്ച് പേർക്ക് ഒന്നും മനസ്സിലായില്ല, കുറച്ച് പേർക്ക് അവിടെ ഇവിടെയൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇനി ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. കഥകൾ പോരട്ടെ. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഈറ്റ് ആൻഡ് ഡ്രിങ്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സൂപ്പ് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് സാലഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നു. അവന് ചേർത്ത് അത് ഇഷ്ടമില്ല, ഫ്രൈസ് ഇഷ്ടമില്ല.
ശേഷം ഞങ്ങൾക്ക് ജ്യൂസ് വന്നു. ഇതെന്നാ ജ്യൂസാ ചേച്ചി? F3യോ? F3 ജ്യൂസ്. പായസം അല്ലല്ലോ, ജ്യൂസല്ലേ? അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിള്ളേർ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് ഒരാൾ കിടന്നുറങ്ങി. ബാക്കിയുള്ളവരിപ്പോൾ കിടക്കാൻ പോകുന്നു. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.